ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. ഉലുവയാണല്ലോ കാണുന്നത്. ആദ്യം തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു കുതിർത്ത് അരയ്ക്കാൻ വേണ്ടി. എന്നിട്ട് നടന്നില്ല. പിന്നെ ചായ ഇട്ട് വെച്ചിട്ട് ഞാൻ ഈവനിങ് വീട്ടിലോട്ട് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോഴാണ് ഓർത്തത്, ഇന്നലെ ഒടിച്ചുകൊണ്ട് വന്ന നവരയില ഉണ്ടല്ലോ, ഇതുവരെ വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറന്നുപോയി. പല്ലി ശല്യത്തിന് ഏറ്റവും ബെസ്റ്റാന്ന് യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് ഞാനിത് ഒടിച്ചുകൊണ്ട് വന്നത്. പക്ഷെ ഇതിപ്പോൾ വാടി നിൽക്കുവാണ്. ഞാനതിനെ പിന്നെ ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ട് വീട്ടിലോട്ട് പോകാനായിട്ട് റെഡി ആവുകയാണേ. സ്കൂട്ടറിലാണ് പോകുന്നത്. ഞാനും കുഞ്ഞാറ്റയുണ്ട്. ശിവ എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. അവനെ വിളിക്കാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ ഇന്ന്. ഞങ്ങളുടെ വീട് താഴോട്ടാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ മേളിൽ കുടുംബ വീട്ടിലാണ് വണ്ടി വെച്ചേക്കുന്നത്. അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇതെൻ്റെ വീടിനടുത്തുള്ള റോഡാണ്. ഞങ്ങളുടെ ഒരു കൊച്ചു ഗ്രാമം പോലെയാണ്. ഗ്രാമമൊന്നുമില്ല, എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോഴും 1-2 പാടം പോലെ ഉണ്ട്. അവിടെ കുറേ കാട് പിടിച്ച് കിടപ്പുണ്ട്. അതൊക്കെയാണിത് കാണുന്നത്. ഒരു വയൽ ഇപ്പോഴും കിടപ്പുണ്ട്, പക്ഷെ കൃഷിയൊന്നുമില്ല. ഒരു 4 മണി 4:30 കൂടിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു സൂര്യൻ അസ്തമിക്കുന്ന ഒരു വെയിൽ നമുക്കിപ്പം കാണാൻ പറ്റും. അതിലിങ്ങനെ പ്രകാശം അടിക്കുന്നത് അതാണ്. ഞങ്ങളെ വീടെത്താറായി. ഞാൻ കളിച്ചു വളർന്ന സ്ഥലമാണ് ഇതൊക്കെ. വീടെത്തി. ഞങ്ങളുടെ വീട്ടിലൊരു സ്കൂട്ടർ മാത്രമേ കയറി പോകത്തുള്ളൂ കേട്ടോ. എൻ്റെ ഇവിടുത്തെ വീട് പോലെ തന്നെയാണ് എൻ്റെ അവിടുത്തെ വീട്. ഞാനവിടെ ചെന്നപ്പോൾ അമ്മ ഇല്ലായിരുന്നു ആദ്യം. പിന്നെ അമ്മ വന്നതിന് ശേഷം ഇവന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് കരയുവാണ്. ഇതവിടുത്തെ ഞങ്ങളുടെ പട്ടിയാ. കുറച്ച് നേരം കുഞ്ഞായിട്ട് അതിനൊക്കെ കളിപ്പിച്ചിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇതെൻ്റെ അച്ഛനാട്ടോ. അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായി. പിന്നെ ഞങ്ങൾ താഴോട്ടൊക്കെ തിരിച്ച് റോഡിലോട്ടൊക്കെ, അവിടെ റോഡാണ്, കുഞ്ഞു റോഡാണ്, ഒരുപാട് വണ്ടിയൊന്നും പോകത്തില്ല. വീടുകളിലുള്ള വണ്ടികൾ മാത്രമേ പോകുള്ളൂ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഞങ്ങൾ ഇച്ചിരി താഴോട്ട് കുറച്ച് നേരം ഇറങ്ങി നിന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഞങ്ങളുടെ പട്ടിക്കുട്ടിയും കൂടെ ഇറങ്ങി വന്നു. അല്പ ദൂരം ഞങ്ങൾ നടന്നപ്പോൾ ഇതൊക്കെ എൻ്റെ കളിക്കൂട്ടുകാരാണ്. എന്നെപ്പോലെ അവരും വളർന്നു. ഇതാണ് ഞങ്ങളുടെ റോഡ്. അവർ പിള്ളേരുമായിട്ട് കളിക്കാനായിട്ട് ശിവ വീണ്ടും കയറി പോകും. ഇപ്പം കളി എന്നൊക്കെ പറയുന്നത് പിള്ളേർക്ക് മൊബൈൽ വന്നതിന് ശേഷം കുറച്ച് കുറവാണല്ലോ. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ കയറി വന്ന് കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു. രണ്ടുപേരും എപ്പോഴും അടിയാണ്. വലിയ അടിയൊന്നുമല്ല, എന്നാലും എല്ലാ വീട്ടിലും കാണുന്നത് പോലെ. അമ്മ അവന് ഓറഞ്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും അനിയത്തിയും കുഞ്ഞും ഹസ്ബൻഡും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു. അവളും അടുത്ത് തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. അധികം ദൂരമില്ല. ഞങ്ങൾക്ക് 2 പേർക്ക് ഞങ്ങളുടെ വീടുകളിൽ നിന്ന്. ഞങ്ങൾ ഇറങ്ങാൻ പോയപ്പോൾ അവന് കരച്ചില്ല, ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട്. ടോയ്സൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങളുടെ കൂടെ വരാനായിട്ട് ഇരിക്കുവാണ് അവൻ. ഞങ്ങൾ ഇറങ്ങിയപ്പം 6:30 ആയതേ ഉള്ളെങ്കിലും ഒരുപാട് രാത്രി ആയതുപോലെ തോന്നുന്നുണ്ട്. ഇപ്പം അങ്ങനെയാണല്ലോ. ഞങ്ങൾ പിന്നെ കടയിൽ സാധനം മേടിക്കാനായിട്ട്, അതായത് രാത്രി ഫുഡ് വേണമെന്ന് പറഞ്ഞു, അൽഫാം വേണമെന്ന് പറഞ്ഞു. പക്ഷെ കിട്ടിയില്ല. പിന്നെ ബ്രോസ്റ്റഡ് വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നു.